നിങ്ങളുടെ മുകളിൽ എല്ലാം അച്ഛൻ വന്നു അച്ഛൻ വന്നു. ഫോണും സൈഡിലേക്ക് വെച്ചേ, എല്ലാവരും ഫോണും സൈഡിലേക്ക്. പ്രയത്നങ്ങളെല്ലാം കർത്താവിൻ്റെ ദിവ്യമായ പരിപാലനയ്ക്കായിട്ട് സമർപ്പിക്കാം. ഇവിടെ ഉണ്ടാകണമേ എൻ്റെ പ്രവർത്തനങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മാത്രം ആമേൻ. പ്രാർത്ഥിക്കുന്ന സമാധാനം. നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അനുദിന ഭക്ഷണം സമ്പാദിക്കുവാൻ ആദിപിതാവായ ആദം വഴി ഞങ്ങളുടെ അന്വേഷിച്ച കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ. ജീവിതയാത്രയിലും ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ്സ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങയുടെയും അങ്ങയുടെ പ്രിയപുത്രൻ്റെയും മഹത്വനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഏറ്റുചൊല്ലുക. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. എന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളോട് ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിൽ നിന്നും ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായ മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ ഞങ്ങളുടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ ആരംഭിക്കുന്ന ഈ സ്ഥാപനം അങ്ങ് ആശീർവദിക്കണമേ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായ വരദാനങ്ങൾ നൽകി ധന്യരാക്കണമേ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്താൻ കഴിയണമേ. അങ്ങേക്കിഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പരസ്പര സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങേ പരിപാലനയിൽ
സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ പുരുഷനാൽ മുദ്രിതമാക്കപ്പെടുന്ന സ്ഥാപനം അനുഗ്രഹീതമാകട്ടെ. ആമേൻ. ഈശോയുടെ ഹൃദയമേ, ഈ സ്ഥാപനത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കുകയും സങ്കടങ്ങളെ ആശ്വാസം നൽകിയിരിക്കണമേ. ഞങ്ങളാരെങ്കിലും ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമോ പിതാവും സകല പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ എന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്ത് ഈശോയുടെ ഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടുകൂടി ഉണ്ടായിരിക്കും എപ്പോഴും. എല്ലാം ഭംഗിയാവട്ടെ കേട്ടോ. ഞാൻ പറയുന്നത്
എഴുന്നുള്ളി വരണമേന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. ദൈവസ്നേഹം നിറയ്ക്കണേ. ഒരു സൗകര്യം ഒരു വീക്കുട്ടി ഒരു ഫിനിക്സ് ഒരു പുതിയുണ്ട്. once more. എന്നോട് സംഭവിക്കുന്നു.